എല്ലാവരും എന്തെടുക്കുവാണോ ഇന്ന് ഞാൻ രാവിലെ തന്നെ അങ്ങ് ദേവുവിനുള്ള ചോറും അങ്ങ് എടുക്കും. അതേ ഞങ്ങൾക്ക് ഇതൊരു ചെറിയ കല്യാണം ഉണ്ടാകുന്ന പറഞ്ഞില്ല, പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ചെറുക്കാൻ കൊണ്ടുപോയെങ്കിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അതുകൊണ്ട് രാവിലെ എന്തായാലും ചോറ് അങ്ങ് എടുത്തേക്കാൻ, ദേവുവിന് ചോറ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചേക്കുന്നു. അതുകൊണ്ട് ദേവുവിന് രാവിലെ ചോറ് എടുക്കുവാണേ. ദേവു ചോറുമായിട്ട് അങ്ങ് പൊക്കോട്ടെ, വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ദേവുവിന് രാവിലെ ചോറെടുത്തു. ചക്ക വേവിച്ചതും കൂടെ ദേവുവിന് കൊണ്ടുപോകണമെന്ന്. രാവിലെ ചക്ക വേവിച്ചത് ഞാൻ കണ്ടിട്ടില്ലേ, അപ്പോൾ അന്നേരം ചക്ക വേവിച്ചതും വേണമെന്നാണ് പറയുന്നത്. ചക്ക വേവിച്ച മറ്റേ അതിനകത്ത് വെച്ചമ്മ ആ പാത്രം മതിയോ? അതിനകത്ത് മെഴുക്കുരട്ടി പറഞ്ഞ ചക്ക വേവിച്ചത് വേറെ പാത്രത്തിൽ വേണമെന്ന് പറഞ്ഞത്. നമ്മൾ പയറും ക്യാരറ്റും കൂടെ മെഴുക്കുരട്ടി വെച്ചു. ഇതുണ്ട്. പിന്നെ ചക്ക വേവിച്ചത് ഇതിനകത്ത് വെക്കാൻ അവൾ പറയുന്നു. ചക്ക വേവിച്ചതും കൂടെ വെച്ച് കൊടുക്കുക. അത് കൊണ്ടുപോകുന്ന അവക്ക് തിന്നാനൊന്നും അല്ല, അത് നമുക്കറിയാം, കൂട്ടുകാരിമാർക്ക് കൊടുക്കാനാണ്. കൊടുത്തോട്ടെ, നമുക്ക് നല്ല കാര്യമല്ലേ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്. പിന്നത്തെ നല്ല മാങ്ങ ചമ്മന്തി അരച്ചിട്ടുണ്ട്, അതും കൂടെ വെച്ചേക്കാം. സത്യം പറഞ്ഞാൽ അത് രണ്ടും മതി. ചക്കയും മാങ്ങായും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഇനി ഇതാണ് നമ്മുടെ ഇന്നത്തെ അടിയിലാണ് വെച്ചേക്കുന്നത് മെഴുകുവരട്ടി. ചോറും അതിന് അടിയിൽ. ദേവുവിന് പറഞ്ഞൊരു തട്ടുപാത്രം മേടിക്കണമെന്ന് പറഞ്ഞു ദേവുവിന് ചോറ് കൊണ്ടുപോകാനായിട്ട്. ഇതിനകത്ത് എല്ലാം കൂടെ വെച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികളും. ഇതൊക്കെ ഉച്ചയ്ക്ക് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. അതുകൊണ്ട് എല്ലാവരും ഓടിവായോ ചോറിന, ബാക്കി ദേവു ഉച്ചയ്ക്ക് കാണിക്കും.